ഇപ്പൊ സായിന്റെ പുതിയ പടം വരാണ്, പടം ചെയ്യാൻ പോവാണ് സായി ഒരു ടീമായിട്ട് പടം വരുന്നുണ്ട്. അപ്പൊ ഈ മൂവി ഇറങ്ങുമ്പോ ഈ മൂവിന്റെ റിവ്യൂ എങ്ങനെയായിരിക്കും? അതായത് ഇപ്പൊ അല്ല വേറെ ക്വസ്റ്റ്യൻ വന്ന പറഞ്ഞല്ലേ, ഇപ്പൊ സായിന് ഭയങ്കര സുഹൃത്താണ്. ബാഡ് ബോയ്സ് ഇറങ്ങിയപ്പോ ഇതേപോലെ കുറെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു സായിക്ക്. അതാണ് ഈ ചോദിക്കാൻ കാരണം. അതായത് സായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ആ റിവ്യൂ വന്നത് എനിക്ക് കുറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ അശ്വിൻ കോക്കിനെതിരെ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു, ബാഡ് ബോയ്സിനെതിരെ. അതിനുശേഷം ഇപ്പോ റീസെന്റ് പൊന്മാനെതിരെ സായി കുറെ ബേസിലോ OTT വന്നപ്പോ കൂട്ട ആക്രമണമായിരുന്നു, കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനോട് എന്താ പ്രതികരിക്കാനുള്ളത്? ചില പടങ്ങൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ കാശ് കൊടുത്ത് കാണുന്ന പടം എന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിന് മുകളിൽ വേറൊരാൾക്ക് വേറെ അഭിപ്രായം തന്നെ ഞാൻ അതിന്റെ മുകളിൽ ഈ അഭിപ്രായം മാറ്റണമെന്ന് പറയാൻ പറ്റും? ഇല്ല. എന്റെ താല്പര്യം ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ വേറെ കമന്റ് ബോക്സിൽ പറഞ്ഞു. അന്നെങ്കിൽ നടക്കി വിളിച്ചാൽ തിരിച്ചു കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ അല്ല, അഭിപ്രായം മാന്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ആ സെൻസിനെ ഞാൻ എടുക്കാറുള്ളൂ. അല്ലാതെ ഞാൻ എനിക്ക് റിയാക്ഷൻ വരുന്നോ ഇന്നോട് തിരിച്ചു ചോദിക്കും, ഞാൻ അതിന് ഉത്തരം പറഞ്ഞതിലായിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ഞാൻ തിരിച്ച് അങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ താല്പര്യമാണ്, അതൊക്കെ അവരുടെ ഇഷ്ടം. നാളെ ഞങ്ങളൊരു സിനിമ വന്നു, ഞാൻ തന്നെ ഇരുന്ന് റിവ്യൂ ചെയ്യും, എന്താ അതിന് പ്രശ്നമില്ല. അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എന്തായാലും ചെയ്യും. ഈ സായിന്റെ സിനിമ ഇറങ്ങുമ്പോ ഇവിടുത്തെ പ്രമുഖ നടന്മാരായിരിക്കും റിവ്യൂ എടുക്കുക വേണല്ലോ, അതല്ലേ പ്രൊമോഷൻ. ഗെയിം മനസ്സിലാവണില്ലേ? ഞങ്ങൾ തന്നെ വെല്ലുവിളിക്കുമല്ലോ, നിങ്ങൾ നടന്മാരൊക്കെ റിവ്യൂ എടുക്കുന്നല്ലേ? വേണം. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരാൾ റിവ്യൂ ചെയ്യുന്നു? നാളെ കാറിലിരുന്ന് അല്ല, ഇപ്പൊ ബേസിൽ ജോസഫിന്റെ കരിയറിലെ ഏറ്റവും വലിയ പെർഫോമൻസ് ഓറിയന്റഡ് ബെസ്റ്റ് കരിയർ ഇപ്പൊ പൊന്മാനാണെന്ന് ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞു. എല്ലാരും പറയും എനിക്ക് എന്ത് പോയി, എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിനല്ലേ, എന്റെ ഇഷ്ടമാണ് എനിക്കുള്ളത്. അല്ലാതെ ഞാൻ ഈ കണക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സാധനം കഴിക്കൂ? ഇല്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്റെ വായിൽ കുത്തി തിരികെ അത് കഴിക്കില്ലല്ലോ. സിമ്പിൾ, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. നിലപാടിൽ ഉറച്ചിട്ട് അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. പല ഓവർ ആക്ടിംഗ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. ആ സിനിമ ഓവർ ആക്ടിംഗ് ആണ്. അതിന്റെ മേക്കേഴ്സ് തന്നെ പറയുന്നത് ഓവർ ടോപ്പ് മൂവിയാണ്. അതിലെല്ലാം ഒരു എക്സാജറേറ്റഡ് സാധനമാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ അത് അങ്ങനെ തന്നെ ആ സെൻസിൽ കാണാൻ പറ്റണം. കാണാൻ പറ്റാത്തവർ അതിന് അതിൽ പറയും. ഇപ്പൊ മരണമാസം ഇറങ്ങിയപ്പോൾ സെയിം ഒരേ ടെംപ്ലേറ്റ് ആണ്. ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, പെടാത്തവരും ഉണ്ട്. പേഴ്സണലി ഒരു പല്ല് മൂവിക്ക് വേണ്ടി വെച്ചതാണോ? മൂവിയൊന്നുമല്ല, ഇതൊക്കെ ചുമ്മാ ഇന്ത്യ കിറുക്കാണ്. നമ്മളിഷ്ടം അത്രേ ഉള്ളൂ.